And I request our guests to receive the memento as a token of love. Thank you, sir. Now I call upon Mr. Thomas Daniel, Office Superintendent, for the felicitation. ഇത്രയും സ്നേഹമുള്ള വിദ്യാർത്ഥികളെ, ഇന്നത്തെ മുഖ്യാതിഥികൾ ശ്രീമതി കാഞ്ചനമാല മാഡം, പ്രിയപ്പെട്ട സുരേഷ് സാർ, ഇന്നത്തെ അധ്യക്ഷൻ സ്റ്റാഫ് അഡ്വൈസർ കൂടിയായ കൃഷ്ണൻ സാർ, യൂണിയൻ ചെയർമാൻ അഷ്റഫ്, യൂണിയൻ അംഗങ്ങളെ, അധ്യാപക സുഹൃത്തുക്കളെ, എല്ലാവർക്കും ആശംസകൾ. ഇങ്ങനെയൊരു വിശേഷ അവസരം ഈ വർഷവും കൂടി എനിക്കും ലഭിച്ചതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. നമുക്കറിയാം, നമ്മുടെ കലാലയ വർഷം ഏകദേശം 2 ഭാഗം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി 1/3 ഭാഗം കൂടെ ഏകദേശം 3 മാസം കൂടി, അതിൽ ഫൈനൽ എക്സാമിനേഷനൊക്കെ ആയിട്ട് മാർച്ച് മാസം മാറും. ഈ ശേഷിക്കുന്ന ഡിസംബറിൻ്റെ ദിവസങ്ങളും നമുക്കറിയാം അധ്യാപകരൊക്കെ വാല്യുവേഷനും അക്കാഡമിക് റെഗുലർ ആക്ടിവിറ്റീസൊക്കെ വളരെ പരിമിതപ്പെടുന്ന ദിവസങ്ങളാണ്. എന്നാലും നമ്മുടെ ചുരുങ്ങിയ കാലം കൊണ്ട് നമ്മുടെ കലാപരമായ വിദ്യാർത്ഥികളുടെ കഴിവുകൾ പ്രകടിപ്പിക്കുന്നതിന്, പ്രോത്സാഹിപ്പിക്കുന്നതിന് എല്ലാം തുടർന്നുള്ള ദിവസങ്ങൾ നിങ്ങൾക്ക് സഹായകരമാകട്ടെ. പഠനത്തോടൊപ്പം തന്നെ പാഠ്യേതരമായ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ വളരെ ആവശ്യമാണ്. എങ്ങനെ മനുഷ്യനാകണം, വിദ്യാഭ്യാസം കൊണ്ടോ അല്ലെങ്കിൽ ഡിഗ്രി കൊണ്ടോ മാത്രം സാധിക്കുന്ന കാര്യമല്ല ശരിയായ ഒരു മനുഷ്യനാകുക എന്നുള്ളത്. നമ്മൾ മറ്റ് പല കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ബോധ്യമുള്ളവരാണ്, പക്ഷേ അതിനോട് നമ്മളുടെ പ്രതികരണങ്ങളും നമ്മുടെ പങ്കിടലുകളും ഏർപ്പെടലുകളും ഒക്കെ എത്രമാത്രം ഉണ്ടെന്നുള്ളത് നമ്മളെ തന്നെ സ്വയം ശോധന ചെയ്യേണ്ട കാര്യമാണ്. പലതും കാണുമ്പോൾ നമുക്ക് പ്രയാസം തോന്നും, പക്ഷേ വാട്ട് ഐ ആം ഡൂയിങ് ദെയർ, ഞാൻ എന്ത് ഭാഗമാണ് അതിൻ്റെ പരിഹാരത്തിന് നിർവഹിച്ചതെന്നുള്ളത് സ്വയം ചോദിക്കേണ്ട കാര്യങ്ങളാണ്. ഞാൻ ഓർക്കുകയാണ്, 2015 നമ്മുടെ ചെയർമാൻ പറഞ്ഞ വളരെ പരിമിതമായ വിദ്യാർത്ഥികളൊക്കെയാണ് നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ കോളേജിലുള്ളത്. അന്ന് വെറും 55-ൽ താഴെ ഞാനും പ്രിയപ്പെട്ട കൊമേഴ്സിലെ കൃഷ്ണൻ സാർ, സുരേഷ്, ശ്രീലാൽ സാറും മാത്രമേ നമ്മളിന്നിവിടെ ശേഷിച്ചിട്ടുള്ളവരിൽ. അന്നും ഇതുപോലെ യൂണിയൻ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ കോളേജ് യൂണിയൻ ഇലക്ഷൻ ഈ 50-ൽ താഴെ വിദ്യാർത്ഥികളെ വെച്ചൊക്കെ എന്തിനാണ് നടത്തുന്നതൊക്കെ ചിന്തിച്ച കാലമാണ്. പക്ഷേ നടത്തിയേ മതിയാവൂ. യൂണിവേഴ്സിറ്റി പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് അതിൻ്റേതായിട്ടുള്ള എല്ലാ ക്രമത്തിലും നടത്തി നമ്മുടെ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കണം. അവരെ എന്ത് രാഷ്ട്രീയമാകട്ടെ, എന്ത് മറ്റു ചിന്താഗതിയാകട്ടെ, ഇതെല്ലാം കൂടെ ചേരുമ്പോഴാണല്ലോ സമ്മിശ്രമായ ഒരു സമൂഹം വാർത്തെടുക്കപ്പെടുന്നത്. ആരോഗ്യമുള്ള ഒരു സമൂഹത്തിന് ബഹുലമായിട്ടുള്ള ചിന്താഗതികൾ നല്ലത് തന്നെയാണ്. ഒന്നൊന്നിനെ ഇല്ലായ്മ ചെയ്യാനായിട്ട് ഉള്ളതല്ലെന്ന് നമുക്കറിയാം. അങ്ങനെയാണ് നമ്മുടെ ചുരുങ്ങിയ നമ്പർ ഓഫ് സ്റ്റുഡൻസിനെ വെച്ച് യൂണിയൻ മറ്റു പല പരിപാടികളും ഇവിടെ നടത്തി ഇത്രത്തോളം നമുക്ക് വളർന്നു വരുവാനായിട്ട് സാധിച്ചത്. നമുക്ക് പൊതുവെ ഇപ്പോൾ കലാലയങ്ങൾ, വിദ്യാലയങ്ങളൊക്കെ സ്റ്റുഡൻസിൻ്റെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവരൊക്കെ മറ്റു പല ഫീൽഡിലേക്കൊക്കെ പോകുന്ന ഒരു ലോകത്തിൻ്റെ സാഹചര്യമാണ്. എന്നാൽ നമ്മുടെ നാട്ടിലെ അവസരങ്ങൾ, സാധ്യതകളൊക്കെ നമുക്ക് വേണ്ടതുപോലെ ഉപയോഗിക്കണം. എനിക്കും കിട്ടണം, നിങ്ങൾക്ക് ഓരോരുത്തർക്കും, നമുക്ക് ഓരോരുത്തർക്കും ഈ അവസരങ്ങളും അവകാശങ്ങളും ഒക്കെ ഉള്ളതാണ്. അതെല്ലാം ലഭിക്കുവാനായിട്ട് അവകാശ ബോധ്യമുള്ളവരായിരിക്കും. വളരെ ഗഹനമായ അല്ലെങ്കിൽ അർത്ഥവത്തായ സന്ദേശമൊക്കെ പ്രിയപ്പെട്ട സുരേഷ് സാറ് നമുക്ക് നൽകി. അതോടൊപ്പം തന്നെ മാഡം തൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള അടിസ്ഥാനത്തിൽ നമ്മുടെ സമൂഹത്തിൽ വന്നുപറ്റിരിക്കുന്ന മൂല്യച്യുതി, പ്രയാസങ്ങളൊക്കെ പരാമർശിക്കുകയുണ്ടായി. ഇന്ന് മാത്രമല്ല, ഈ അടുത്ത കാലത്തുള്ള ഒരു പ്രവണതയാണ് എന്തെങ്കിലും പ്രയാസങ്ങൾ നേരിടുമ്പോൾ പെട്ടെന്ന് ജീവിതം ഹോമിക്കുന്ന അല്ലെങ്കിൽ ആത്മഹത്യക്ക് പ്രേരിതരാകുന്ന, മറ്റുള്ളവരെ പ്രേരിപ്പിക്കുന്ന ദുഷ്ട സാഹചര്യം. നമ്മൾ ജീവിതത്തെ അഭിമുഖീകരിക്കേണ്ടവരാണ്. എൻ്റെ മുന്നിൽ വരുന്ന നിങ്ങളോടൊക്കെ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പഠനം എങ്ങനെയെങ്കിലുമൊക്കെ കണ്ടിന്യൂ ചെയ്യണം. യു ഷുഡ് കണ്ടിന്യൂ യുവർ സ്റ്റഡീസ്. നിങ്ങൾ തുടരണം, എങ്ങനെയെങ്കിലും തുടർന്ന് വരണം. എന്തുകൊണ്ടാണ്? അല്ലെങ്കിൽ ഇടയ്ക്ക് ബ്രേക്കായ കുട്ടികൾ തിരിച്ചു വരുമ്പോൾ അവരെ കഴിയുന്ന രീതിയിൽ പ്രോത്സാഹിപ്പിക്കാറുണ്ട്. എന്തുകൊണ്ടാണ്?
നമ്മുടെ ലൈഫ് നമുക്ക് ഒത്തിരി മാത്രം കാര്യങ്ങൾ ഫേസ് ചെയ്യാനും ഒത്തിരി അതിജീവിച്ച് മുന്നോട്ട് പോകാനായിട്ടുള്ളതാണ്. അതിജീവിക്കാനുണ്ട് ഒത്തിരി കാര്യങ്ങൾ, അഭിമുഖീകരിക്കുക മാത്രമല്ല അതിജീവിക്കണം. അതിന് നമ്മുടെ വിൽ പവർ ആവശ്യമാണ്. മറ്റ് സാഹചര്യങ്ങളൊക്കെ വേണം. പ്രതികൂലങ്ങളായിരിക്കും കൂടുതൽ. അതുകൊണ്ട് നമ്മുടെ മുന്നിലുള്ള പ്രയാസങ്ങളുടെ സാഹചര്യങ്ങളെ മാറ്റിയെടുത്ത് സാധ്യതകളുടെ കാലത്തെ കാണുവാനായിട്ടും എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നിങ്ങളുടെ ലൈഫ്, നിങ്ങൾ ഒരുമിച്ചുള്ള പ്രവർത്തനങ്ങളൊക്കെ നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കട്ടെ. ഇവിടെ ആശംസകൾ പറയാൻ ഒത്തിരി പേരുടെ ഒരു ലിസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ പറയാറുണ്ടല്ലോ, മൂക്കിലെ രാജ്യത്തെ മുറിമൂക്കൻ രാജാവെന്ന്. അങ്ങനെ ഒരു അവസരമാണ് എനിക്കിവിടെ ലഭിച്ചത്. ഈ അവസരം ഞാൻ വളരെ സന്തോഷത്തോടും നന്ദിയോടും കൂടെ നിങ്ങൾക്ക് എല്ലാ ആശംസകളും അറിയിക്കുന്നു. എന്തെല്ലാം സാഹചര്യങ്ങളുണ്ടായാലും നമ്മുടെ സാധ്യതകളൊക്കെ പ്രയോജനപ്പെടുത്തുക, പ്രകടിപ്പിക്കുക. അത് മറ്റുള്ളവർക്കും കൂടെ പ്രയോജനപ്പെടും. അത് അങ്ങനെയുള്ള ഒരു നല്ല അന്തരീക്ഷം നമ്മുടെ കലാലയത്തിൽ, നമ്മുടെ കായിക പ്രകടനങ്ങളിൽ ഉണ്ടാകട്ടെ എന്ന് ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും ആശംസകൾ അറിയിക്കുന്നു. തുടർന്നും ചുരുങ്ങിയ കാലം കൊണ്ട് നമ്മുടെ പരിപാടികൾ എല്ലാം നന്നായി പൂർത്തീകരിക്കാനായിട്ട് എല്ലാ പിന്തുണയും ഉണ്ടാകുമെന്ന് അറിയിച്ചുകൊണ്ട്, എല്ലാ ആശംസകളും അറിയിച്ചുകൊണ്ട്, ഇങ്ങനൊരു അവസരം നൽകിയതിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ മുറ്റും. സാറ് പറഞ്ഞ പോലെ മൂക്കില്ല രാജ്യത്ത് മുറിമുക്കൻ രാജാവൊന്നുമല്ല. സാർ നന്നായി അടിപൊളിയായിട്ട് നല്ല നിർദ്ദേശങ്ങളും കാര്യങ്ങളും കൊടുത്തു. താങ്ക് യു സാർ. കോളേജിൻ്റെ ചരിത്ര നിമിഷമാണ് ഇനി നമ്മൾക്ക് മുന്നിൽ. Now it's time to honor our athletes who participated and won various awards in University Athletics Meet. I call upon Yahya Muhammad, third year BCom, who worked hard, worked long, committed towards work, who positioned 5th place in 110 meters hurdle interzone Calicut University Athletics Meet 2023. I call upon Yahya to receive the memento, and I request our chief guest to hand over the memento. Congratulations, 100 meter running in the zone, Calicut University Athletics Meet